അത് മിടുക്കൻ ഇത് മിടുക്കി ഇത് മിടുക്കി. ഇപ്പം ഇതാ കണ്ടോ, ഇവിടെ ഈ ഒരു കാണുന്നുണ്ടോന്ന്, ഇവിടെ കാലും പിന്നെ ഒരു കാല് ഇവിടെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാലൻസിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ, അതും കൂടി പരിചയപ്പെടുത്തി. ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ്റെ പഴയ ഫോട്ടോ ആണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ. അതൊക്കെ നിങ്ങൾക്ക് മെല്ലെ തിന്നാൽ പനിയും തിന്നാം, അല്ല പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നല്ലേ? അതന്നെ. Oh my God. വെൽക്കം ടു ഫാമിലി ബാക്ക് ബെഞ്ച് കപ്പിൾ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം മിക്ക വീഡിയോസിൽ ഇപ്പോൾ ഞാൻ മാത്രമാണ് കാണുന്നത്. കാരണം ഏട്ടന് വർക്ക് ഉള്ളത് കൊണ്ട് മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഏട്ടന് വർക്കില്ല ദിവസങ്ങളിൽ, അതായത് ആകെ കിട്ടുന്നൊരു ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ അതിന് മാത്രമായിരിക്കും ഏട്ടനുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ ടോപ്പ് കണ്ടൻറ്റ് തപ്പിയിട്ട് വീഡിയോസ് ഇടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കുക്കിംഗ് വീഡിയോസ്, എന്തെങ്കിലും ആർട്ട്, അതായത് ഡ്രോയിങ്ങോ ഡാൻസ് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചു ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ രാവിലെ എനിക്ക് ക്ലാസ്സിൽ ഓൺലൈൻ ക്ലാസ്സാണ്. ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് ഓൺലൈനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് പിടിച്ചു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. ഇന്നെന്ന് പറയണത് ഇതുവരെ നിങ്ങൾക്കത് കാണിച്ചിട്ടില്ല. ഞാൻ ഒരു ഡെക്കറേറ്റ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പറ്റും. ഡെക്കറേറ്റ് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അലങ്കാരപ്പണികളോ കാര്യങ്ങളോ ഒന്നുമല്ല. സാധാരണ എല്ലാവരുടെ വീട്ടിലും ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഉള്ളൊരു ചെറിയൊരു ഡെക്കറേറ്റ് പരിപാടിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പം റൂമിൽ ഒരു, അതായത് എന്തെങ്കിലുമൊക്കെ ഒരു ചിത്രം വരയ്ക്കണം എന്നുള്ളത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കത് വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ ചുമരുകൾ എനിക്ക് എപ്പോഴും ഒരു കുറച്ചെങ്കിലും നിറഞ്ഞിട്ടൊരു അലങ്കാരത്തോടെ ഇരിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. കാലിയായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഈ കൊളാഷും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചെ കൊണ്ട് വാങ്ങാൻ പറഞ്ഞിട്ട് ഉപേക്ഷിക്കും. പക്ഷേ അത് നല്ല ഇഷ്ടമായതുകൊണ്ട് രണ്ടുപേരുടെ ഇഷ്ടത്തോടെ വാങ്ങിയത്. അപ്പോൾ ഉപേക്ഷിക്ക് അതുപോലെ തന്നെ ഈ ചുമരിലൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നിറഞ്ഞ് നിൽക്കണം, അങ്ങനെ ഒരു അട്രാക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ആൾ. അപ്പോൾ ഇന്നെന്ന് പറയണത് വേറെ ഒന്നുമല്ല. ഇന്നിപ്പോൾ ഞാൻ ഞങ്ങളുടെ റൂമിൽ, അമ്മയുടെ റൂമിലും ഒരു വാളിൽ ഒരു ചിത്രം, ഒരു കപ്പിൾ ചിത്രം വരയ്ക്കാൻ പോലെ. അതുപോലെ തന്നെ അമ്മയുടെ റൂമിലാണെങ്കിൽ ഒരു ഫ്രെയിം ഫോട്ടോസൊക്കെ, നമ്മുടെ കുറേ പഴയ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതായത് ഈ ആൽബത്തിനുള്ള കുറേ ഫോട്ടോസ്. അപ്പോൾ അത് കുറേ ഫോട്ടോസ് നശിച്ചു പോയി. അപ്പോൾ അതിൽ ഒരു കുറച്ച് 2-3 ഫോട്ടോസ് നല്ലത് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഫ്രെയിം, അതായത് ചാർട്ട് പേപ്പറിൽ കട്ട്, അതിനിപ്പോൾ എന്തായാലും പറഞ്ഞങ്ങൾ തീർക്കാൻ, ഇപ്പോൾ തന്നെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അതെന്തായാലും വഴിയെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരുപാട് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ തന്നെ പിന്നെ വീഡിയോൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വഴിയെ കണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതെങ്ങനെ നിങ്ങൾക്കും അത് ഉപകാരപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും വഹിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഏട്ടന് ഈ സംഭവം അറിയില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടെന്നൊരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുറേ ദിവസം മുൻപായിരുന്നു. അപ്പോൾ ഏട്ടനും ഇത് അറിയില്ല. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഇത് ഫുൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ചെയ്ത് തീർക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ചീത്തയൊന്നും പറയട്ടെ, അത് ഉറപ്പാണ്. കാരണം ഏട്ടൻ ഇങ്ങനത്തെയൊക്കെ ഈ കാര്യങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. ഡ്രോയിങ്, ഡാൻസ് കാര്യങ്ങൾ അതിനോടൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ എന്തായാലും ഒട്ടും വഹിക്കണ്ട. എന്തായാലും ഏട്ടൻ വന്നതിന് ശേഷം ഏട്ടൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, അവനെങ്ങനെയായിരിക്കും കാണുക എന്നുള്ളതും കൂടി നമുക്ക് വന്നതിന് ശേഷം എടുക്കാം. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നത് കാണാം. അപ്പം നേരെ വീഡിയോയ്ക്ക് പോയാലോ. ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പണി ഇവിടെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വരച്ച് കഴിഞ്ഞു. കാരണം വരയ്ക്കുന്നത് എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണത് ജസ്റ്റ് ഒന്ന് ആ സൈക്കിളിൻ്റെ ആ ഒരു വീല് മാത്രം വരയ്ക്കുന്നത് മാത്രം നിങ്ങളായിട്ട് കാണിച്ചു തന്നത്. കാരണം അത് വരച്ചിട്ടാണ് ചെയ്യണത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ചെറുതായിട്ട് ലാസ്റ്റ് എടുത്തത്. ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് ഏറിയ പണിയാണ്. അപ്പോൾ ഏട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിന്ന് വരയ്ക്കാണ് അതായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എങ്ങനെ നിൽക്കുന്ന സ്റ്റൈൽ എന്നുണ്ടെങ്കിൽ
ഇപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ ഈ ഒരു കാണുന്നുണ്ടോന്ന്, ഇവിടെ കാലും പിന്നെ ഒരു കാല് ഇവിടെയും വെച്ചിട്ട് ഇങ്ങനെ ഒരു ബാലൻസിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നേരെ പെയിൻറ്റിലേക്ക് കിടക്കാം. പെയിൻറ്റിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫിനിഷ് ആവും. ഏത് കോലത്താവുന്നുള്ളത് അറിയില്ല, എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് എടുക്കുന്നത് കൊണ്ട് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചെടുക്കണം, ഒരു കയ്യിൽ വരയ്ക്കണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തൊട്ട് തുറന്നത് മാത്രമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ക്ഷമിക്കണേ ഗൈസ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സീറ്റിൽ കൊടുക്കാം. കുറേ നാൾ താവരുമായിരുന്നു ഈ ചെയ്യണം, വരയ്ക്കണം എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങനെ ഏട്ടനായിട്ട് സെർച്ച് ചെയ്തപ്പോൾ ഏട്ടൻ പറഞ്ഞു വരച്ചോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചോ, കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ പെർഫെക്റ്റായിട്ട് തോന്നിയൊരു വാളാണ് ഇവിടെ. കാരണം അവിടെ നിന്ന് എണീറ്റ് ഉടനെ തന്നെ ഇവിടെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഒന്നുമില്ലെങ്കിൽ ഇവിടെ ചെയ്യാൻ നേരത്തെ ഞാൻ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ കൊളാഷ് വെച്ചത് കൊണ്ട്, അതും ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട് തന്നെ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ വീട് വാള് മൊത്തം ഇങ്ങനെ എന്താ പറയുക, പ്ലെയിനായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ വരച്ച് അതൊരു അലങ്കാര ബോറാക്കുക, കുറച്ചൊരു ഡിസൈനായിട്ടൊരു അലങ്കാരമാക്കിയിട്ടൊക്കെ വെക്കണം എന്നുള്ളൊരു ഒരു കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അവിടെ കല്യാണ സമയത്ത് പെയിൻറ്റഡൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു പൂമ്പാറ്റയുടെയൊക്കെ ഒട്ടിച്ച് വെച്ചത്. അതിപ്പോൾ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ചാർട്ട് പേപ്പറൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ആ വാച്ചിൻ്റെ താഴെയായിട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അത് നിങ്ങളായിട്ട് എന്തായാലും കാണിക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തായാലും ഇത് മാത്രമായിരിക്കും കാണും, കാരണം അത് രണ്ടും കൂടി എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം മെല്ലെ നമുക്ക് മെല്ലെ തിന്നാൽ പനിയും തിന്നാം, അല്ല പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്നല്ലേ, അതന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിൽ അത് വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കും പകർത്താലോ എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. കഴിയാറായി. ഇതൊക്കെ ഏകദേശം കണ്ടോ, ഏകദേശമൊക്കെ ആവാറായി. ഇനിയിപ്പോൾ ബോർഡർ ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെഡിയാവും. അതൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഗൈസ് ദാ നമ്മുടെ കലാപരിപാടിയായ പെയിൻറ്റിങ് പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പക്ഷേ ഞാൻ ഒരു കാര്യം പറയല്ല, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നന്നായിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെറുതെ പറഞ്ഞതാക്കണ്ട, എന്തായാലും നിങ്ങളോട് കാണിക്കാം. കല്ലെടുത്തറിയോ അതോ എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം. ദാ ഗൈസ് നമ്മുടെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നോക്കൂ ഗൈസ് എങ്ങനെയുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എങ്ങനെയുണ്ട് എന്നുള്ളത് എന്ത് പറഞ്ഞാലും ഞങ്ങളത് അംഗീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്ത. അപ്പോൾ ഇങ്ങനെ ഈ വാൾ, അതായത് ഫോട്ടോസ് വെച്ച് കൊളാഷ് വെച്ചതിൻ്റെ തൊട്ടങ്ങൾ, അതായത് ഇപ്പോൾ റൂമിൽ നിന്ന് വരുന്നത് ഇപ്പോൾ കാണിക്കില്ല. എന്നാലും ആ ബട്ടർഫ്ലൈഡിങ് കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂമിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റോട്ട് കാണിക്കും. ഇപ്പോൾ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ബെഡിലിട്ട് അലങ്കോലമായി കിടക്കണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ കൊളാഷ് വെച്ചതിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ വാളിലാണ് ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പണി പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി ഗൈസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും കൂടി കാണിച്ചു തരാമെന്ന്. പക്ഷേ സമയം ഒരുപാടായി. ഇത് ചെയ്യുന്ന സമയത്തിന് ഒരു 4 മണി ആയിട്ടുണ്ടാവും. പിന്നെ 5:30 ഏട്ടൻ വരും. അപ്പോൾ ഏട്ടൻ വരുന്ന മുൻപേ ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വീട്ടിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതപ്പോൾ ജസ്റ്റ് ഒരു ചിത്രം മാത്രം ഞാനിത് ഇങ്ങനെയാണ് ചെയ്തെന്നുള്ളത് മാത്രം കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇത് വേറൊന്നല്ല കേട്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ എടുത്തു, അതൊരു ഈ ഫോട്ടോനെക്കാട്ടിൽ കുറച്ചധികം രീതിയിലൊരു സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ട് അതിൽ പെയിൻ്റ് അടിച്ചു, അത്രയേ ഉള്ളൂ. ഇത് വേറെ അത്ര വലിയ പണിയൊന്നുമല്ല. പിന്നെ ഇങ്ങനെ ഒരു മരം പോലെ വരച്ചിട്ട് അതിൽ കിളികളെ വരച്ചു, കുറച്ച് പൂക്കളൊക്കെ അങ്ങനെ വരച്ച് വെച്ചു. ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്ന് ഒപ്പി അങ്ങനെ വെച്ചു, അത്രയേ ഉള്ളൂ. ഇത് വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ആയി തോന്നിയില്ല എനിക്ക്. ആ ഫസ്റ്റ് ഞങ്ങളുടെ റൂമിൽ ചെയ്തതിൻ്റെ അത്ര പണിയായിട്ട് ഇത് തോന്നിയില്ല. ഇതൊക്കെ ആയിരിക്കും അമ്മയ്ക്ക് വലിയ കാര്യം. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്ത് വെച്ചത്. ഈ ഒരു
ഇത് സെൻറ്ററിലാണ് വെച്ചത്. ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ, അതും കൂടി പരിചയപ്പെട്ടു. ഇതാണ് ഏട്ടൻ്റെ അച്ഛൻ്റെ പഴയ ഫോട്ടോ ആണ്. ഇത് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഏട്ടൻ, ആളുടെ ചെറുപ്പത്തെ ഫോട്ടോ ആണ്. കെട്ടിയവൻ്റെ ചെറുപ്പത്തെ ഫോട്ടോ. ഇത് അച്ഛൻ, അമ്മ, ഏട്ടൻ. പിന്നെ ഇത് ഞങ്ങൾ രണ്ടുപേരും, ഇവരുടെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നു. പിന്നെ ഇത് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പിന്നെ ഇത് അമ്മയുടെ പഴയ ഫോട്ടോ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? പാറക്കുട്ടി എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യാനുണ്ടോ നിങ്ങൾ? എങ്ങനെയുണ്ട് എന്നുള്ളത്. ആൾ അടിപൊളിയല്ലേ? നല്ല മുടി ഉണ്ടായിരുന്നു ആൾക്ക്, അപ്പോഴാണ് എല്ലാം കമ്മിയായത്. അപ്പോൾ പണ്ടത്തെ ഫോട്ടോ ഒക്കെയാണ് ഇത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് പോലെ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നല്ലോ. കാര്യമുണ്ട്, വാ ഉള്ളിക്ക് വാ. ആദ്യം വിൽമാലൊന്നുമില്ല. എത്ര വേഗം മേലൊഴിയിട്ട് വന്നറിയാം ഞാനിപ്പോൾ. വേറെ മുൻപേ മേലൊഴിയണം വേണ്ടി വന്നാണ്. എന്തൊക്കെ കാട്ടി വെച്ചിരിക്കണ കുട്ടി? പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ട്. കാണിച്ചാലേ അറിയുള്ളൂ. നേരെ വരൂ, എന്നിട്ട് ലെഫ്റ്റിക്ക് നോക്കൂ. എങ്ങനെയുണ്ട്? കണ്ടു. പണ്ടത്തെ പ്രേമത്തിന്റെ കഥയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. സൈക്കിള് നോക്ക്. പ്രഭേട്ട എന്റെ അച്ഛൻ. അവിടെ നോക്ക്. കളിയാക്കാൻ മാത്രം ജനിച്ച സാധനമാണ്. എന്താ പറയാ? അത് മിടുക്കൻ, ഇത് മിടുക്കി, ഇത് ഗുഡ്. ക്ലാസ് പെട്ടെന്ന് തുടങ്ങട്ടെ. വീട് വീട് മുഴുവൻ വരച്ച് വെക്കും. ഈ നേഴ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേരിലൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് 2:30 തുടങ്ങിയിട്ട് 5 മണിക്ക് തീർന്നു. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് പറഞ്ഞോ? എന്തൊക്കെയാ? ഫാൻ കേട്ടോ, ചൂടെടുക്കുന്നില്ലേ? പാവ എന്നെ കെട്ടിയാണ് വന്നത്, ഞാൻ ചൂടത്ത് നിർത്തി. കണ്ടിട്ടും മതിയാവില്ല തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടപ്പെടുന്നു. ആൾക്ക് ഭയങ്കര കാര്യമാണ് അതൊക്കെ, പ്രോത്സാഹനമാണ്. ഇതിനോടൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കും. എന്ത്? ആഹാ, മറ്റേ പെയിന്റ് കൊണ്ട് എന്തിനു തുടക്കണ്? നോക്ക്, ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തിട്ട് തുടച്ചാ പോവെന്നാ ചോദിക്കണത്. അപ്പൊ എന്തൊക്കെ ചെയ്തിട്ട് പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഷർട്ടൊന്നും വഹിക്കണ്ടപ്പോ, വേഗം പറയേ. എന്തൊക്കെ ചെയ്തിട്ട് പറഞ്ഞിട്ട് ഷർട്ടേക്ക്. എന്തൊക്കെ ചെയ്യണ്ട് ലാസ്റ്റ്? ചായ കിട്ടാത്ത എന്റെ ഉഷാറ് കുറവാണ്. എല്ലാം കാണിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നാട്ടുകാർക്ക് കാണിച്ച് വീട് മുഴുവൻ കാണിച്ചു കൊടുക്കുക. നിങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാർ ആരും ആദ്യം വേഗം ഷെയർ ചെയ്ത് എല്ലാവർക്കും. അതൊക്കെ നിങ്ങൾക്ക് പറിച്ചലേ ഉള്ളൂ കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആളുടെ എക്സ്പ്രഷൻ കൊണ്ട് എനിക്കറിയാം ഇഷ്ടപ്പെട്ടു ഇല്ലേന്ന്. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ബൈ ബൈ.